ഹായ് ഗൈസ്, നമ്മളെല്ലാവരും ഒരു സബ് ജില്ല പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതെല്ലാം എൻ്റെ ട്യൂഷൻ സ്റ്റുഡൻസ് ആണ്. ഇതാ എൻ്റെ പൂമ്പറ്റക്കുട്ടി ഇതാ ഉണ്ണി എടുത്തോണ്ട് വരികയാണ്. അതെ. ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും എൻ്റെ ട്യൂഷൻ പിള്ളേരും ഓക്കെ, എൻ്റെ പിള്ളേരും കൂടെ നിങ്ങൾ എവിടെ പോയതറിയാമോ? സബ് ജില്ല കലോത്സവം കാണാൻ പോയതാണ് കേട്ടോ. അപ്പം അന്നത്തെ ദിവസം നമ്മൾ അടിച്ചു പൊളിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്കും കാണട്ടെ. അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണണം. ഓക്കെ, അപ്പോൾ ഞങ്ങളിതാ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും കൂടെ നടന്ന് നമ്മുടെ സ്കൂളിൽ പോകുന്ന കേട്ടോ. സ്കൂളിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറുവാരക്കുളം സ്കൂളാണ് കേട്ടോ. ചെറുവാരക്കുളം ഷാമൽ LMS സ്കൂളാണ് ഇവിടുത്തെ ഫംഗ്ഷൻ, അതിൻ്റെ സബ് ജില്ലാ പ്രോഗ്രാംസ് നടക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ എടുത്തുകൊണ്ട് വരുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ സ്കൂളിലേക്ക് കടന്നു വരുന്ന വഴികളാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ദൂരം, നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ, കുറച്ച് ദൂരം ഉണ്ട് ഇവിടെ എത്താനായിട്ട്. അപ്പം നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടോ എത്തിക്കൊണ്ടിരിക്കാനായിട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ സ്കൂളിലേക്ക് വരുന്ന വഴിക്കുള്ള കോലാഹലങ്ങളാണ് കേട്ടോ. ഞാനും എൻ്റെ പിള്ളേരും കൂടെ ഉള്ള ചെറിയ ചെറിയ കോലാഹലങ്ങളാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. എടാ ഉണ്ണി എവിടെ? ഉണ്ണി എവിടെ? ഉണ്ണി നമ്മൾ എവിടെ പോകുന്നു? ഉണ്ണി അതെ, ഇവരുടെ സ്കൂളാണ് കേട്ടോ. അതായത് ഷാമുൽ LMS പാറശാല. ആ സ്കൂളിൽ വെച്ചിട്ടാണ് നമ്മളുടെ സബ് ജില്ലാ പ്രോഗ്രാം നടക്കുന്നത് കേട്ടോ. ഇവിടെ എല്ലാ പിള്ളേരും ഭയങ്കര സൗണ്ടാണ്. നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നേ? നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നേ? ഇതാണ് AMC ചർച്ച് ചെറുവാറോണത്തുള്ള. ഈ ചർച്ചിൻ്റെ അകത്ത് കയറി എന്നിട്ട് എനിക്ക് ഈ ചർച്ച് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ അടുത്ത് സാമുവൽ സ്കൂള്, ഈ ചർച്ചിൻ്റെ ഇത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ കൂടുതലും സംസാരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻസ് ആണ് കേട്ടോ. എല്ലാവരും സംഘ നൃത്തത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ അലീന ചേച്ചി വരുന്ന. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ട്യൂഷൻ ക്ലാസ്സിലുള്ള കുറച്ച് പിള്ളേർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പിള്ളേർ നേരെ ഡയറക്റ്റായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം അവർക്ക് സംഘഗാനമുണ്ട്. അപ്പോൾ സംഘഗാനം നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, മിസ്സായി പോയി. ഓക്കെ, ചെറുവാറത്തുള്ള മണ്ഡപമാണ്, നല്ല വലിയ മണ്ഡപമാണ്. ഇതാണ് അൻപ് നിലയം. സംഘനൃത്തം. ഗായ്സ്, ഇതാണ് തമിഴ് ഹോം. ഇതിൻ്റെ അകത്തോട്ട് പോകുമ്പോൾ മലയാളം ഹോമും ബോയ്സ് ഹോമും വരും. AMC ചർച്ചിൻ്റെ ഇതിലാണ് ഹോം നിൽക്കുന്നത്. നമ്മളിപ്പം ഗായ്സ്, ഇത് വന്നിട്ട് തമിഴ് സ്കൂളിൽ കയറി പോണ വഴിയാണ്. ഇതാണ് ഗ്രൗണ്ട് സ്കൂളിൽ. ഇവിടെയാണ് വേദി 1. അപ്പോൾ ഗൈസ്, നമ്മൾ എത്തിയപ്പോൾ ലേറ്റായി കേട്ടോ. ലേറ്റായി എന്ന് പറഞ്ഞാൽ നമ്മളൊരു 6:30 കഴിഞ്ഞു. 6:30 കഴിഞ്ഞിട്ടാണ് എത്തിയപ്പോൾ. രാത്രി മഞ്ഞ്
ഇച്ചിരി മങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോസൊന്നും അത്ര ക്ലാരിറ്റി ഇല്ല, നമുക്ക് അത്ര ക്ലാരിറ്റിയോടെ കിട്ടിയില്ല കേട്ടോ. മൊത്തം ലൈറ്റിൻ്റെയൊക്കെ ഒരു പ്രകാശത്തിലെ ഒരു വീഡിയോസൊന്നും അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. അപ്പം നമ്മൾ പോയി എത്തിച്ചേർന്നത് നമ്മളുടെ കണ്ട വീഡിയോ ആണ് കേട്ടോ. വളരെ അടിപൊളിയായിട്ടുള്ളൊരു നൃത്തമാണ് കേട്ടോ, സംഘ നൃത്തമാണ് കേട്ടോ. ഒരു പാമ്പിൻ്റെ ഒരു ഡാൻസാണ് കേട്ടോ അവർ രൂപീകരിച്ചത്. കൊറിയോഗ്രാഫി ചെയ്തിരുന്ന ഒരു പാമ്പിൻ്റെ ഒരു ഡാൻസായിരുന്നു, വളരെ മനോഹരമായിരുന്നു. നമ്മൾ തീരുന്നത് വரைക്കും നമ്മളിരുന്ന് കണ്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് വേദി 1 കേട്ടോ, സബ് ജില്ലാ കലോത്സവത്തിൻ്റെ വേദി 1 കേട്ടോ നമ്മൾ ആദ്യം പോയതും ഈ സംഘനൃത്തത്തിൻ്റെ പ്രോഗ്രാം കണ്ടതും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഈ ഡാൻസ് തീരുന്നത് വரைക്കും അവിടെ ഇരുന്ന് കണ്ടു കേട്ടോ. അടിപൊളിയായ ഡാൻസായിരുന്നു, സമയം പോയത് തന്നെ അറിഞ്ഞില്ല കേട്ടോ, അടിപൊളി ഡാൻസായിരുന്നു. അപ്പോൾ ഈ സ്റ്റേജ് മുഴുവനും അതായത് 6:30 നമ്മൾ പോയത്. അപ്പോൾ മുതൽ കലോത്സവത്തിൻ്റെ ഇത് സംഘനൃത്തമാണ് കേട്ടോ കണ്ടുകൊണ്ടിരുന്നത്. നല്ല രസമുണ്ട്. ഇപ്പം നമ്മൾ തമിഴ് സ്കൂളിലേക്കാണ് പോകുന്നത്.
കോഡ് നമ്പർ 137. ഇതാണ് AMC ചർച്ച് ചെറുവാറാണത്തുള്ള. ഈ ചർച്ചിൻ്റെ അകത്ത് ആരംഭിക്കുന്നതാണ്. സംഘനൃത്തത്തിലുള്ള എല്ലാ പാർട്ടിസിപ്പൻസും വേദി ഒന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഹായ് ഗൈസ്, പോവാൻ ഇറങ്ങി ഞങ്ങൾ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഉണ്ട്. അവിടെ എല്ലാരും കാണിച്ചു കൊടുക്ക്. അപ്പോൾ ഗായ്സ് ഞങ്ങളിതാ വീഡിയോ സംഘനൃത്തമൊക്കെ കണ്ടിട്ട് വേദി ഒന്നിലായിരുന്നു സംഘനൃത്തം. അത് കഴിഞ്ഞിട്ട് 2-3 സ്റ്റേജൊക്കെ നോക്കി. മൈമ് വേറെ 2-3 സ്റ്റേജിൽ ഇങ്ങനെ സംഘഗാനമൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം കണ്ടു. അത് കഴിഞ്ഞ ശേഷം നമ്മളിതാ പോകാൻ ഇറങ്ങി. ചെറുതായിട്ട് മഴ ചാറ്റുന്നുണ്ടായിരുന്നു. അപ്പം ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അപ്പം കൂടെ. അപ്പോൾ അവർക്കൊന്നും മഴ നനയാതെ നമ്മളെല്ലാവരെയും വീട്ടിൽ തിരിച്ച് കൊണ്ടെത്തിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഗായ്സ് ഞങ്ങളിതാ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. കാരണം എന്ന് പറഞ്ഞാൽ ലേറ്റ് ആവും. കുറച്ച് നേരം കൂടെ നിന്നാൽ ഒരുപാട് ലേറ്റ് ആവും. അതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തിച്ചേരണം. കാരണം നന്നായിട്ടൊരു ചെറിയ മഴയൊക്കെ ചാട്ടുന്നുണ്ട്. അത് കഴിയുമ്പോഴേക്കും നടക്കുമ്പോഴേക്കും നല്ല മഴയുടെ ഒരു ഇതുണ്ട്. അപ്പോഴേക്കും നല്ല മഴ ഉണ്ടാവുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇറങ്ങുകയാണ്. അപ്പം ഇനി ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ. ഐസ്ക്രീമും പോപ്കോണൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് വീണ്ടും അടിപൊളി ഒരു വീഡിയോ കാണാം. ബൈ ബൈ.